ഓഹരി വിപണിയുടെ താക്കോൽ കൈയടക്കി വെച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എപ്പോഴൊക്കെ ട്രംപ് ആകട്ടെ യുദ്ധമുഖത്ത് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുവോ അപ്പോഴെല്ലാം തന്നെ മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലും ഓഹരി വിപണിയിൽ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി തന്നെ അല്ലെങ്കിൽ ഭീമമായ തുകയ്ക്ക് വ്യാപാരം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്നത്. BBC ആണ് ഇത്തരമൊരു റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ട്രംപ് ഏതെങ്കിലും തരത്തിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അല്ലെങ്കിൽ ചിലപ്പോൾ മിനിറ്റുകൾക്ക് മുൻപോ തന്നെ ഓഹരി വിപണികളിൽ വലിയ രീതിയിലുള്ള വ്യാപാരം നടക്കുന്നതായിട്ടാണ് BBCയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇത് നിയമവിരുദ്ധമായ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ആണ് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇവിടെ ഈ ഒരു റിപ്പോർട്ട് ഉയർത്തി കാണിക്കുന്നത്. ട്രംപ് നടത്തുന്ന ഓരോ നിർണായക പ്രഖ്യാപനത്തിനും തൊട്ടു മുൻപായി അന്താരാഷ്ട്ര വിപണികളിൽ അവിടെ കോടിക്കണക്കിന് ഡോളറിന്റെ അസാധാരണ ഇടപാടുകൾ നടക്കുന്നതായി തന്നെ BBC പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ലാഭമാകാത്ത വിധത്തിൽ ഔദ്യോഗിക വിവരങ്ങൾ നേരത്തെ തന്നെ ചോർത്തി വിപണിയിൽ ലാഭമുണ്ടാക്കുന്ന ഇൻസൈഡർ ട്രേഡിംഗ് എന്ന ഒരു നിയമവിരുദ്ധമായ നടപടിയാണോ ഇവിടെ നടക്കുന്നതെന്ന സംശയം ഇപ്പോൾ ഏറെ ശക്തമായി തന്നെ ഉയരുകയാണ്. വിവിധ സാമ്പത്തിക വിപണികളിലെ ഇടപാടുകളുടെ ആ ഒരു വ്യാപ്തിയും ട്രംപിന്റെ പ്രഖ്യാപനങ്ങളും തമ്മിലുള്ള സമയക്രമം പരിശോധിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ അഭിമുഖമോ പുറത്തു വരുന്നതിന് മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും മുൻപേ തന്നെ വിപണിയിൽ വൻതോതിലുള്ള പണം നിക്ഷേപിക്കപ്പെടുന്നു എന്നതാണ് കണ്ടെത്തലായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എണ്ണ വിപണിയെ പിടിച്ചുകുലുക്കിയ രഹസ്യങ്ങൾ ഇതോടുകൂടി തന്നെ ഇവിടെ പുറത്തു വരികയാണ്. കഴിഞ്ഞ മാർച്ചിൽ നടന്ന 2 സംഭവങ്ങളാണ് പ്രധാനമായും ഇതിനായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മാർച്ച് 9 അതായത് മാർച്ച് മാസത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാറായി എന്ന് ട്രംപ് ഒരു അഭിമുഖത്തിൽ പറയുന്നതിന് 47 മിനിറ്റ് മുൻപേ തന്നെ എണ്ണ വിപണിയിൽ വൻ തുകയുടെ ഒരു വെയിറ്റിംഗ് നടന്നതായും അഭിമുഖം പുറത്തു വന്നതോടുകൂടി തന്നെ എണ്ണവില 25% ഇടിയുകയും ചെയ്തു. ഈ സമയമാറ്റം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ പണം മുടക്കുന്നവർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കോടികളാണ് സമ്പാദിക്കുന്നതെന്നും മാർച്ച് 23 ആയപ്പോഴേക്കും ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിന് 14 മിനിറ്റ് മുൻപേ തന്നെ വിപണിയിൽ അസ്വാഭാവികമായ ചില നീക്കങ്ങൾ നടന്നതായും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എണ്ണവില അത് താഴേക്ക് കൂപ്പുകുത്തിയതായും ഇവിടെ എടുത്തു പറയുകയാണ് അല്ലെങ്കിൽ എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഓഹരി വിപണിയെ പിടിച്ചുകുലുക്കിയ വലിയ മാറ്റങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടതായും വലിയ രീതിയിൽ എണ്ണവിലയിൽ വലിയ വർധനവ് സംഭവിക്കുകയും എന്നാൽ നേരിയ ഇടിവുണ്ടായതായും ഇതിലൂടെ തന്നെ വ്യക്തമാവുകയാണ്. മാത്രമല്ല ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതും മാത്രമല്ല ഇറാന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതുമെല്ലാം ഇതിലൊരു വഴിത്തിരിവായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇറാൻ ഉപരോധം തെറ്റിച്ചു എന്ന ആ ഒരു രീതി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇറാനെ തളർത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ ട്രംപ് നടത്തുന്നതായിട്ടുള്ള വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.